ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം ഹെയർ ഫോളിനെ കുറിച്ചാണ്. അതായത് നമ്മുടെ മുടി പൊഴിച്ചിൽ, അതിന്റെ പരിഹാരങ്ങളും കാരണങ്ങളും. അതായത് നമുക്ക് മുടി കൂടുതലായിട്ട് പൊഴിയുന്നത് വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് നമുക്ക് കിട്ടാത്തത് കൊണ്ട്. അതാണ് വൈറ്റമിൻസും മിനറൽസും പ്രോട്ടീനും ബീറ്റാ കരോട്ടീനും ഒക്കെ അടങ്ങിയ ഫുഡ് നമ്മൾ ധാരാളം കഴിക്കുകയാണെങ്കിൽ നമ്മുടെ മുടി പൊഴിച്ചിൽ തടയാം. അപ്പോൾ നമ്മൾക്ക് കഴിക്കേണ്ടതെന്ന് വെച്ചാൽ വൈറ്റമിൻ ഡിയും ഈ മുടി പൊഴിച്ചിൽ തടയുന്നതിന് അത്യാവശ്യമാണ്. അതിന് നമുക്ക് അതിരാവിലത്തെയും വൈകിട്ടത്തെയും വെയിൽ കൊള്ളുന്നത് നല്ലതാണ്. വൈറ്റമിൻ ഡി സൂര്യപ്രകാശത്തിൽ നിന്ന് നമുക്ക് ധാരാളമായി ലഭിക്കും. അതിനോടൊപ്പം നമുക്ക് ഈ വൈറ്റമിൻസും മിനറൽസും കൂടുതലായി ലഭിക്കുന്നതിന് നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്താൻ നമുക്ക് ഏറ്റവും പെട്ടെന്നുള്ള മാർഗം എന്ന് പറഞ്ഞാൽ അതിരാവിലെ അല്ലെങ്കിൽ രാവിലെ നമ്മൾ കഴിക്കുന്നത് ഒരു സ്മൂത്തി. അതായത് നമ്മുടെ വിശപ്പടയുകയും ചെയ്യും. അതിന് ഉൾക്കൊള്ളിക്കേണ്ട സാധനങ്ങൾ എന്ന് വെച്ചാൽ സ്പിനാച്ച്, ബനാന, ബദാം, മിൽക്ക്, ഇവ നാലും കൂടെ മിക്സിയിലിട്ട് നല്ലതുപോലെ അടിച്ചതിന് ശേഷം സിയാ സീഡ് വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം അതും ഇതുമായിട്ട് ചേർത്ത് നമ്മൾ കഴിക്കുകയാണെങ്കിൽ വിശപ്പ് കുറയുകയും അതിനോടൊപ്പം നമുക്ക് എല്ലാവിധമായ അയൺ, സിങ്ക്, പ്രോട്ടീൻ, ബീറ്റാ കരോട്ടീൻ, വൈറ്റമിൻസ്, മിനറൽസ്, വൈറ്റമിൻ സി എല്ലാം നമുക്ക് ലഭിക്കും. അപ്പം അത് നല്ലൊരു സ്മൂത്തിയാണ്. അതിനോടൊപ്പം നമുക്ക് കഴിക്കാവുന്നത് ഇന്ത്യൻ ഗൂസ്ബെറി എന്നറിയപ്പെടുന്ന നമ്മുടെ നെല്ലിക്ക നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തുകയും ചെയ്യാം. അതിനോടൊപ്പം നമുക്ക് ഒരു ഹെയർ മാസ്ക് ഉണ്ടാക്കാം. അതായത് നമുക്ക് കടകളിൽ നിന്ന് കിട്ടും, നെല്ലിക്കയുടെ പൗഡറും കിട്ടും, ഷിക്കാഗായി പൗഡറും കിട്ടും. ഇത് രണ്ടും കൂടെ നമ്മുടെ പാനിൽ വെച്ചൊന്ന് ചൂടാക്കിയതിനു ശേഷം അതിനോടൊപ്പം അല്പം കോക്കനട്ട് ഓയിൽ ചേർത്ത് മിശ്രിതമാക്കിയതിനു ശേഷം ഇത് നമ്മൾ ചെറു ചൂടോടുകൂടി നമ്മുടെ തലയോട്ടിയിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ ഇതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സി, ആന്റി ഓക്സിഡന്റ് എന്നിവയെല്ലാം അബ്സോർബ് ചെയ്ത് നമ്മുടെ സ്കാൽപ്പിലോട്ട് അബ്സോർബ് ചെയ്ത് പോയിട്ട് അത് നമ്മുടെ സ്കാൽപ്പിന്റെ ഇലാസ്റ്റിസിറ്റി കൂട്ടിയിട്ട് കൊളാജൻ ബൂസ്റ്റ് ചെയ്ത് നമുക്ക് ഹെയർ ഫോളിക്കിളിന് അത്യാവശ്യമായിട്ട് കൊളാജൻ വേണം. ഈ കൊളാജനെ ബൂസ്റ്റ് ചെയ്ത് ഹെയർ ഫോളിക്കിൾ സ്ട്രോങ് ആക്കുന്നതിനും പുതിയ മുടികൾ ധാരാളമായി ഉണ്ടാകുന്നതിനും പൊട്ടിപ്പോകുന്നത് തടയുന്നതിനും അകാല നര തടയുന്നതിനും അത്യാവശ്യമാണ് ഇത് ഉപയോഗിക്കുക. ഇതിൽ നിന്ന് രക്ഷ നേടുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇൻഫ്ലമേഷൻ. നമ്മുടെ തലയോട്ടിയിൽ ഇൻഫ്ലമേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് ഡാൻഡ്രഫ്, സോറിയാസിസ്, അങ്ങനെ ഫംഗൽ ഇൻഫെക്ഷൻ, അങ്ങനെ പലതും നമ്മുടെ തലയോട്ടിയിൽ അല്ല സ്കിന്നിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഡാൻഡ്രഫും ഇതെല്ലാം മാറ്റുന്നതിന് നമുക്ക് ഉപയോഗിക്കാവുന്ന ഉത്തമ പരിഹാരം എന്ന് പറഞ്ഞാൽ ആന്റി ഇൻഫ്ലമേറ്ററി ഏജന്റായ ഉലുവ. ഈ ഉലുവ നല്ലതുപോലെ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം അത് മിക്സിയിൽ നല്ലതുപോലെ അരച്ച് അതിൻ്റെ കൂടെ അല്പം തൈരും ചേർത്ത് നമ്മുടെ തലയോട്ടിയിൽ നല്ലതുപോലെ തേച്ചു പിടിപ്പിക്കുകയാണെങ്കിൽ ഇൻഫ്ലമേഷൻ മാറിക്കിട്ടുകയും ഫംഗസ് മാറിക്കിട്ടുകയും ഈ സോറിയാസിന്റെയും മറ്റും പ്രശ്നങ്ങളും എല്ലാം ഡ്രൈ എക്സീമ എന്നിവയുള്ള പ്രശ്നങ്ങൾ മുഖേന നമ്മുടെ മുടി പൊഴിയുന്നത് നിന്ന് കിട്ടും. അതിനോടൊപ്പം നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് നമ്മുടെ മുടി പൊഴിയുക. അതായത് നമ്മുടെ തൈറോയ്ഡ് പ്രോബ്ലം, മെനോപ്പസിന്റെ സമയത്ത് ഈസ്ട്രജനും പ്രൊജസ്ട്രോണും കുറയുന്നു. അതിനോടൊപ്പം നമുക്ക് പിസിഒഡിയുടെ സമയത്തും ഈസ്ട്രജനും പ്രൊജസ്ട്രോണും കുറയുന്നു. ഇതിനൊക്കെ നമുക്ക് ചെയ്യാവുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് സീഡുകൾ കിട്ടും. ഫ്ലാക്സ് സീഡിനകത്ത് കൂടുതലായിട്ട് ഒമേഗ-3 ഫാറ്റി ആസിഡ് ഉണ്ട്, ലിഗ്നിൻ ഉണ്ട്. അപ്പൊ ഇതെല്ലാം ബൂസ്റ്റ് ചെയ്ത് നമ്മുടെ ഹോർമോണിനെ ഉത്തേജിപ്പിച്ച് പുതിയ ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കാൻ നമ്മൾ സഹായിക്കും. അങ്ങനെ നമുക്ക് ഇതിനകത്തൊക്കെ ഉൾപ്പെടുത്താമെന്ന് വെച്ചാൽ പംകിൻ സീഡ് ഉപയോഗിക്കാം, സൺഫ്ലവർ സീഡ് ഉപയോഗിക്കാം. ഇതെല്ലാം സിങ്കും എല്ലാം ലഭിക്കുന്നതാണ്. അപ്പൊ അത് നല്ലവണ്ണം നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തി അത് പൊടിച്ചതിന് ശേഷം നമ്മുടെ സലാഡുകളിലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലതുപോലെ ഇടതൂർന്ന മുടി നമുക്ക് സ്വന്തമാക്കാം. അതിനോടൊപ്പം നമുക്ക് ഈ ഹോർമോണൽ ഇംബാലൻസ് തടയുന്നതിന് സോയാ സോസ്, സോയാ മീറ്റ് എന്നിവ എന്നറിയപ്പെടുന്ന സാധനം നമുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അതും ഈസ്ട്രജനും പ്രൊജസ്ട്രോണും കൂടുതലായിട്ട് കിട്ടാൻ നമ്മളെ സഹായിക്കും. അതിനോടൊപ്പം നമുക്ക് പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ കെമിക്കൽ ട്രീറ്റ്മെന്റുകൾ നടത്തുകയാണെങ്കിൽ, അതായത് കെമിക്കൽ ഡൈ, കെമിക്കൽ ഷാംപൂ ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ കെമിക്കൽ എന്ന് വെച്ചാൽ സ്ട്രെയിറ്റ് ചെയ്യുന്നതിനും അതുപോലെ കേൾ ചെയ്യുന്നതിനും അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ, കെമിക്കൽസ് ഉപയോഗിക്കുകയാണെങ്കിലും അധികമായി ഹീറ്റ് ഉപയോഗിക്കുകയാണെങ്കിലും നമ്മുടെ മുടി പെട്ടെന്ന് നശിച്ചു പോകാൻ കാരണമാകും. അതിന് കെമിക്കൽ ഡൈക്ക് പകരം നമ്മൾ ഹെന്ന തുടക്കം മുതലേ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ഈ അകാല നര
തടയുന്നതിന് കാരണമാകും. അതിനോടൊപ്പം നമുക്ക് ഉപയോഗിക്കാവുന്നത് ബീറ്റാ കരോട്ടിനും പ്രോട്ടീനും കൂടുതലായിട്ടുള്ള നമ്മുടെ കറിവേപ്പില എണ്ണയ്ക്കകത്ത് ചൂടാക്കിയതിന് ശേഷം അതിന്റെ ഈ ബീറ്റാ കരോട്ടിനും പ്രോട്ടീനും എല്ലാം എണ്ണയ്ക്കകത്ത് ഇറങ്ങും. അത് ചെറു ചൂടോടുകൂടി തന്നെ നമ്മളെ തലയോട്ടിയിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കുക. ചെറു ചൂടോടുകൂടി തേച്ച് പിടിപ്പിക്കുമ്പോൾ പെട്ടെന്ന് അബ്സോർബ് ചെയ്ത് പോകും. ഇത് അകാലനര തടയുന്നതിനും അതോടൊപ്പം ഈ ഹെയറൊക്കെ കട്ടി കുറഞ്ഞിട്ട് പൊട്ടിപ്പോകുന്ന അവസ്ഥയൊക്കെ മാറി ഇടതൂർന്ന മുടി നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കുകയും ചെയ്യും. അതിനോടൊപ്പം നമുക്ക് ഈ കെമിക്കൽ ഷാമ്പുവിന് പകരം നമുക്ക് ഉപയോഗിക്കാവുന്നെന്ന് പറഞ്ഞാൽ ഹെർബലായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന നമ്മുടെ ചെമ്പരത്തിയുടെ ഇലയും പൂവും കൂടെ മിക്സിയിൽ നല്ലതുപോലെ അരച്ചതിന് ശേഷം അത് തലയോട്ടിയിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ അഴുക്കുള്ളതെല്ലാം പോവുകയും ചെയ്യും. നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഓയിൽ നമ്മുടെ തലയിൽ ഉൽപ്പാദിപ്പിക്കുകയും കൊളാജൻ ബൂസ്റ്റ് ചെയ്യുകയും നമ്മുടെ തലമുടി നരയ്ക്കുന്നതും തലമുടി പൊട്ടിപ്പോകുന്നതും എല്ലാം തടസ്സപ്പെടുത്തുകയും ചെയ്യും. അതിനോടൊപ്പം ഇത് കഴുകി ഒരു 30 മിനിറ്റ്, ഇതെല്ലാം 30 മിനിറ്റ് എങ്കിലും നമ്മുടെ തലയിൽ തേച്ച് പിടിപ്പിച്ച് നല്ലതുപോലെ വെക്കണം. എന്നിട്ട് ഈ ചെമ്പരത്തി തേച്ച് കളയുന്നതിന് വേണ്ടി ചെറു ചൂടുവെള്ളത്തിൽ, ഭയങ്കര ചൂട് വേണ്ട, ചെറു ചൂടുവെള്ളത്തിൽ തല നല്ലതുപോലെ കഴുകുകയാണെങ്കിൽ ചെമ്പരത്തിയുടെ എല്ലാ വേസ്റ്റുകളും എല്ലാം പോവുകയും ചെയ്യും. തലമുടി നല്ല കണ്ടീഷനിങ് എഫക്റ്റും എല്ലാം കിട്ടും. നമുക്ക് ചെയ്യാവുന്നത് വലിയ ചൂട് ഉപയോഗിക്കരുത്. കാരണം എന്ന് വെച്ചാൽ നാച്ചുറൽ ആയിട്ട് നമ്മുടെ തലയോട്ടിയിൽ നമുക്ക് കൊളാജനും സീബവും ഒക്കെ ഉൽപ്പാദിപ്പിക്കപ്പെട്ടാണ് ഈ ഹെയർ ഫോളിക്കിൾ നല്ലതുപോലെ സ്ട്രോങ് ആകുന്നത്. പക്ഷെ നമ്മൾ ഭയങ്കര ചൂടുവെള്ളം ഒഴിക്കുകയാണെങ്കിൽ ആ നാച്ചുറൽ ആയിട്ട് ഉണ്ടാകുന്ന സാധനങ്ങളെ തടസ്സപ്പെടുത്തുകയും നാച്ചുറൽ ഓയിൽ ഇല്ലാതാവുകയും ചെയ്ത് നമ്മുടെ മുടി പെട്ടെന്ന് പൊട്ടിപ്പോകാൻ ഇത് കാരണമാകും. അതിനോടൊപ്പം നമ്മുടെ ചില ഡ്രഗുകൾ, അതായത് മെഡിസിൻസുകൾ, അതായത് ക്യാൻസറിനും ഡിപ്രഷനും ഹൈപ്പർ ടെൻഷനും റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ്, ഇതിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രഗുകൾ ചിലർക്ക് തലമുടി പൊഴിയാൻ ഇത് കാരണമാകും. അത് എന്തെങ്കിലും മുടി പൊഴിച്ചിലുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറിനെ ചെന്ന് കണ്ടതിന് ശേഷം നമുക്ക് ഇങ്ങനെ പൊഴിയുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവർ ഈ ഡ്രഗിന് പകരം വേറെ ഡ്രഗ് നമുക്ക് മാറ്റി കിട്ടും. അതുപോലെ തന്നെ നമ്മളുടെ വർക്ക് ഓവർലോഡ് കാരണം, സ്ട്രെസ് കാരണവും നമ്മളെ തലമുടി പൊഴിയാൻ കാരണമാകും. അതിന് നമുക്ക് ഈ വർക്കിന്റെ സമയം കഴിഞ്ഞുള്ള സമയത്ത് നമുക്ക് സന്തോഷം കിട്ടുന്ന ഹോബീസിൽ കൂടുതലായി നമുക്ക് ഉൾപ്പെടുത്താം, നമ്മൾക്ക് പങ്കുചേരാം. അങ്ങനെ നമുക്ക് സന്തോഷം കിട്ടുകയും സ്ട്രെസ് മാറുകയും കിട്ടും. അങ്ങനെയുള്ള മുടി പൊഴിച്ചിൽ അതുപോലെ നിന്നു പോവുകയും ചെയ്യും. അതിനോടൊപ്പം നമുക്ക് ചെയ്യാവുന്നത്, നമുക്ക് ഇൻവേർഷൻ ആസൻ എന്ന് പറയുന്ന ഒരു യോഗാസനം, അത് നമ്മുടെ യൂട്യൂബിലൊക്കെ നമുക്ക് കണ്ടുപഠിക്കാം. അത് നമുക്ക് സ്ഥിരമായി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ തലയോട്ടിയിലോട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂടിയിട്ട് മുടി ധാരാളമായി നമുക്ക് ഉണ്ടാകുന്നതാണ്. ഇതിനോടൊപ്പം നമുക്ക് ചെയ്യാവുന്ന, രാത്രി കാലങ്ങളിൽ നമ്മൾ കിടക്കുമ്പോൾ സാധാരണയായി നമ്മൾ തലയുടെ അടിയിലാണ് തലയണ വെക്കുന്നത്. അതിന് പകരം കാലിന്റെ അടിയിൽ തലയണ വെക്കുകയാണെങ്കിൽ നമ്മുടെ ഹാർട്ടിലോട്ടും ലങ്സിലോട്ടും തലച്ചോറിലോട്ടും അത് തലയോട്ടിയിലോട്ടും ഒക്കെ ബ്ലഡ് സർക്കുലേഷൻ കൂടിയിട്ട് നമ്മുടെ ഹാർട്ട്, ലങ്സ്, ബ്രെയിൻ സംബന്ധമായ അസുഖങ്ങൾ കുറയുന്നതിനും അതിനോടൊപ്പം മുടി തഴച്ചു വളരുന്നതിനും കാരണമാകും. അതിനോടൊപ്പം ഇപ്പം നമ്മുടെ മെഡിക്കൽ സ്റ്റോറുകളിലും ഒക്കെ കിട്ടാവുന്ന ഒരു സാധനമാണ് റോസ്മേരി വാട്ടർ. ഈ റോസ്മേരി വാട്ടർ നമുക്ക് തലയുടെ ഓട്ടിയിലോട്ട് മുടി മാറ്റിയതിനു ശേഷം ഇങ്ങനെ തലയോട്ടിയിലോട്ട് നല്ലവണ്ണം സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം കൈകൊണ്ട് നല്ലവണ്ണം മസാജ് ചെയ്ത് പിടിപ്പിക്കുകയാണെങ്കിൽ ഈ റോസ്മേരി വാട്ടറിന്റെ ഇൻഗ്രീഡിയൻസ് അബ്സോർബ് ചെയ്ത് പോയിട്ട് നമുക്ക് ഇടതൂർന്ന മുടി ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ സബോള, ഉള്ളി എന്നിവയുടെ നീരെടുത്തതിന് ശേഷം നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചാലും നമ്മുടെ മുടി, ഇടതൂർന്ന മുടി നമുക്ക് സ്വന്തമാക്കാം. ഈ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ബെൽ ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുക.